വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് എൻ്റെ ഉമ്മക്കൊന്ന് ചെടി വാങ്ങണമെന്ന് പോകുകയാണ്. പട്ടാമ്പി ചെടിക്കാരുണ്ട്, അവിടേക്ക് നമ്മളന്ന് ചെടി വാങ്ങാൻ പോകുകയാണ് ഗൈസ്. ആ ഉമ്മക്ക് ചെടി കാണാൻ പറഞ്ഞപ്പോൾ ഞങ്ങൾ മാറ്റൊക്കെ റെഡിയായി. ഇപ്പോൾ അവിടെ നിൽക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ പോകാൻ റെഡിയാണ്. അപ്പം അവിടെ എത്തിയിട്ട് കാണാം. യാ അല്ലാ. അപ്പം നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. ഇതാണ് നമ്മളെ മെയിൻ റോഡ്. അപ്പം നമ്മളിപ്പോൾ റോഡിലേക്ക് ഇപ്പോൾ കയറും. അപ്പോൾ ഇപ്പം നമ്മൾ വളവ് തിരിയാണ് കേട്ടോ ഗേസ്. അപ്പോൾ ഇപ്പോൾ ഇനി നേരെ നമ്മൾ ഇതിൽ കൂടെയാണ് നമ്മൾ ഓങ്ങല്ലൂർക്ക് പോണ വഴി. അപ്പോൾ ഇവിടെ കുറേ വണ്ടികളുണ്ട്, കാറുണ്ട്. ഇവിടെ കാറ് ഷോറൂം ഉണ്ട്. അത് അവിടെ നിന്നൊക്കെ കാറുകൾ ഇങ്ങനെ വാങ്ങാം. നിങ്ങളൊന്ന് കാറ് നോക്കി നോക്ക്. അപ്പോൾ ഇതിൽ കൂടെ നമ്മൾ ഓങ്ങല്ലൂർക്ക് പോണ വഴി. ഞങ്ങളെ മെയിൻ സിറ്റി ഞാൻ കാണിച്ചു തരാം. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇവിടെ കുറേ വണ്ടികളുണ്ട്, പിന്നെ കാറുകളുണ്ട്. അപ്പോൾ മുന്നിൽ കുറേ വണ്ടികളൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ബുള്ളറ്റുമാണ് ഇപ്പോൾ വരുന്നത്. അപ്പോൾ നേരെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗേസ്. അപ്പോൾ നമ്മൾ ഓങ്ങല്ലൂർക്ക് എത്താനായി. ഇതാണ് ഞങ്ങളെ സിറ്റി. ഇതാണ് നമ്മളിപ്പോൾ സിറ്റി. അപ്പം നമ്മളിപ്പോൾ ഓങ്ങല്ലൂർക്ക് എത്തി. ഞങ്ങൾ പട്ടാമ്പിക്ക് പോകണം. നമ്മൾ ഓങ്ങല്ലൂർക്ക് എത്തി. നമ്മൾ ചെടി വാങ്ങാൻ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗേസ്. അപ്പം ഉമ്മക്ക് ചെടി വേണമെന്ന് അപ്പോൾ പറഞ്ഞപ്പോൾ നമ്മൾ ഒന്ന് പോകുന്നതാണ്. അപ്പം ഇതാണ് നമ്മളെ ഓങ്ങല്ലൂര്. കണ്ടില്ലേ? ഇതൊക്കെ ഓങ്ങല്ലൂര്. ഇതാ ഇവിടെ ഈ സ്ഥലത്ത് തിരിയുന്ന സ്ഥലമല്ലേ, അവിടെയാണ് എൻ്റെ ഉപ്പാൻ്റെ കട. അപ്പം നമ്മൾ ഇതിൽ കൂടെയാണ് നമ്മൾ പട്ടാമ്പിക്ക് പോവുക. നേരെ പട്ടാമ്പിക്ക് പോകണം. ഇതിൽ കൂടെയാണ്. അപ്പം നമ്മളിപ്പോൾ പട്ടാമ്പിക്ക് പോയിക്കൊണ്ട് ഇരിക്കുകയാണ് ഗേസ്. നിങ്ങളെ ഇടയ്ക്ക് ഇങ്ങനെ ചെടി വാങ്ങണമെങ്കിൽ ഇങ്ങനെ പോകുന്നുണ്ടെങ്കിൽ കമൻറ്റിലൂടെ വിടുക. അപ്പം നമ്മളിപ്പോൾ അവിടേക്ക് എത്താനായിട്ടില്ല. ഇപ്പം അവിടേക്ക് എത്താനായി. ഇതാണ് പട്ടാമ്പി. അപ്പം എത്താനായി ഗേസ്. അപ്പം ഇതാണ് പട്ടാമ്പി മെയിൻ റോഡ്. ഇത് പെരിന്തൽമണ്ണക്ക് പോണ റോഡാണ്. അപ്പം ഇവിടെ കുറേ കടകളുണ്ട്. അപ്പോൾ ഇവിടെ നിന്നാണ് എനിക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങുക. ഇവിടെ ഡ്രസ്സ് കട ഉണ്ട്. അപ്പോൾ ഉമ്മക്ക് ഇവിടെ നിന്നൊക്കെ ഇങ്ങനെ സ്ഥലത്തു നിന്ന് പോയിട്ട് ഇങ്ങനെ വാങ്ങും. ഡ്രസ്സ് കട ഉണ്ട്, വലിയ വലിയ ഷോപ്പുകളുണ്ട്. അപ്പം ഇങ്ങനെ നമ്മൾ വണ്ടിമേ പോയിക്കൊണ്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഇവിടെ കുറേ ചെടിക്കട ഉണ്ട്. ഇപ്പം ഇങ്ങനെ ചെടി ഉണ്ടെന്ന് വിചാരിക്കുന്നുണ്ടാവും. അപ്പോൾ ഇവിടെ ചെടിക്കട ഉണ്ട്, പിന്നെ ഹോട്ടലുണ്ട്, പിന്നെ ഫ്രൂട്ട്സിൻ്റെ കടകളൊക്കെ ഉണ്ട്. അപ്പം നമ്മളെ ചെടിക്കടൻ്റെ മുന്നിലേക്ക് നമ്മളിപ്പോൾ എത്തി. നമ്മളിപ്പോൾ തിരിക്കാൻ പോവുകയാണ്. അപ്പോൾ വണ്ടികളിപ്പോൾ നോക്കി. അപ്പോൾ നമ്മൾ തിരിച്ചു. ഇതാണ് മേലക്കൊക്കെ നോക്കുക. അതാണ് അതിൻ്റെ പേര്. എന്താണ് ചെടിക്കട. അപ്പം ഇതിൻ്റെ ഉള്ളിലാണ് ഈ ചെടിക്കട. ഇവിടെയാണ് എൻ്റെ അമ്മ എപ്പോഴും വാങ്ങാറ്. ഇവിടുന്ന് നമ്മൾ പ്രാവൊക്കെ വാങ്ങും. നിങ്ങൾ കാണാൻ ചെടികളൊക്കെ അല്ലേ, അതൊക്കെ ഇവിടെ നിന്നാണ് വാങ്ങാറ്. പിന്നെ പ്രാവിന് ഫുഡുകളൊക്കെ ഇവിടെ നിന്നാണ് വാങ്ങാറ്. പിന്നെ മീനുകളൊക്കെ ഇവിടെ നിന്നൊക്കെ വാങ്ങാറ്. ഇവിടെ പൂച്ചകളുണ്ട്, ഡോഗ്സ് ഉണ്ട്, പിന്നെ പൂവുണ്ട്. നല്ല വെറൈറ്റി പൂവുകളാണ് ഇവിടെ ഉള്ളത്. ആ മുന്നിൽ കുറേ പൂവുകളുണ്ട്. അപ്പം നമ്മളിപ്പോൾ അവിടുന്ന് കഴിഞ്ഞിപ്പോൾ ഹോട്ടലിലേക്ക് വന്ന് ഞാൻ ഫുഡ് കഴിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. ഫുഡൊക്കെ എത്തിയപ്പോൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അലിഫാമാണ് ഓർഡർ ചെയ്തിരിക്കണത് ഞാൻ. അപ്പം ഞാൻ എപ്പോഴും ഫുഡ് കഴിക്കുമ്പോൾ ഇങ്ങനെ ഫോൺ കാണും കേട്ടോ ഗേസ്. നിങ്ങൾക്കുണ്ടെങ്കിൽ കമൻറ്റിൽ പറയാം. അപ്പം ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു, ഡ്രസ്സൊക്കെ മാറ്റി. ഇപ്പോൾ എൻ്റെ ഉമ്മാൻ്റെ വീട്ടിലേക്ക് വന്നു. ഫാരിസിക്ക് ഞാനാണ് കുറേ നേരം ഗെയിം കളിച്ചു. എന്നിട്ട് ഗെയിം കളിച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഐസ്ക്രീം വാങ്ങാൻ പോയി. 2 ഐസ്ക്രീമുകളാണ് വാങ്ങിക്കണത്. ഒന്ന് സ്ട്രോബെറി, പിന്നെ വേറെന്താ ഫ്ലേവർ, അത് ഒന്ന് തന്നെയാണ് തോന്നുന്നു. അപ്പോൾ ഐസ്ക്രീമൊക്കെ വാങ്ങി. അപ്പം ഞാനിപ്പോൾ ഐസ്ക്രീം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഗേസ്. ഇതാ കാണില്ലേ, അപ്പോൾ ഐസ്ക്രീം കഴിക്കണത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും.
അപ്പം മറ്റേ ഐസ്ക്രീം എൻ്റെ താത്ത തിന്നു. അപ്പം ഞാൻ ഐസ്ക്രീം തിന്നു, എൻ്റെ താത്ത ഐസ്ക്രീം തിന്നു. അപ്പം ഐസ്ക്രീം നല്ല സൂപ്പറാണ്. ഞാൻ അറിയാതെ കണ്ടിട്ട് ഇപ്പം അറിയാതെ ഐസ്ക്രീം എന്ന് പറഞ്ഞു പോയി ഐസാണ്. അപ്പം ഞാൻ നിങ്ങൾക്ക് ഇവിടെ ഉമ്മമ്മൻ്റെ വീട്ടിൽ കുറേ കോഴികളുണ്ട്. അപ്പം ഞാൻ നല്ല ഐസ്ക്രീം തിന്നുകൊണ്ട് ഇപ്പോൾ ഇരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നിന്ന് കുറേ കോഴികളുണ്ട്. അപ്പം അത് നിങ്ങൾക്ക് ഞാൻ കാണിച്ച് തരാം. ഇപ്പോൾ വായോ. അപ്പം നമ്മൾ കോഴിൻ്റെ അടുത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇവിടെയാണ് കോഴി, കണ്ടില്ലേ? കോഴിൻ്റെ കൂടെ അപ്പുറത്ത് പിന്നെ ഇവിടെ കുറേ കോഴികളുണ്ട്. പൂവൻ കോഴി ഉണ്ട്, പിന്നെ കറുപ്പ് കോഴി ഉണ്ട്, എല്ലാ കോഴികളുണ്ട്. അപ്പോൾ അപ്പുറത്ത് റോഡാണ്. അപ്പോൾ നല്ല സൗണ്ട് ആയതുകൊണ്ട് അത്ര സൗണ്ടൊന്നും ക്ലിയർ ഉണ്ടാവില്ല. നിങ്ങളൊന്ന് ക്ഷമിക്കണം. അപ്പുറത്തെ റോഡായതുകൊണ്ടാണ്. അപ്പം ഞാൻ ഐസ്ക്രീം എൻ്റെ അപ്പ 10 റുപ്യക്ക് വാങ്ങി തന്നു. ഐസ്ക്രീം വെയിറ്റ് കയറ്റാണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ അവിടെ അപ്പുറത്തൊക്കെ കോഴികൾ കുറേ ഉണ്ട്. റോട്ടിലും കുറച്ച് ഇറങ്ങി പോയിക്കണ് കോഴികൾ. അവിടെ എന്തൊക്കെയാണ് തിന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെയാണ് കോഴിൻ്റെ സ്ഥലം. ഇതാണ് നമ്മളെ കൂട്. 2 കൂടുണ്ട്. അപ്പൊ നമ്മള് പട്ടാമ്പി പോയി ചെടി വാങ്ങിച്ച്, പച്ചക്കറി തൈകൾ വാങ്ങിച്ച്, പച്ചക്കറിന്റെ വിത്തുകൾ വാങ്ങിച്ചു, പിന്നെ ചെടിയിൽ ചട്ടി വാങ്ങിച്ച്, അപ്പൊ നിങ്ങൾക്ക് ഞാനൊന്ന് പിന്നെ വളം വാങ്ങിച്ചു. അതൊക്കെ പുറത്താണ്. വളമൊക്കെ ഇവിടെ ഉണ്ട്. വിത്തും സാധനങ്ങളൊക്കെ പുറത്ത്. ചട്ടിയും വളം ഇവിടെ ഉണ്ട് അല്ലെ? അപ്പുറത്ത് നായ്ക്കൾ ഉണ്ടാവുകൊണ്ട് നായ്ക്കൾ കടിക്കുന്നു വിചാരിച്ചിട്ട് നമ്മള് എന്ത് ചെയ്താണ് ഇവിടെ ഉള്ളിൽ എടുത്തേച്ചാ അല്ലേ? പുറത്തുണ്ട്. ഞാൻ വെറുതെ തമാശക്ക് പറഞ്ഞാണ്. അപ്പൊ ഞാനൊക്കെ വാങ്ങിയ സാധനമൊക്കെ നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം. അപ്പൊ ഇതാണ്, ഇതില് കൊറേ ഉണ്ടാവും. ഇതാ ചട്ടി, ഇവിടത്തെ ചട്ടികളാണ്. ഇതാണ് ചട്ടി, കണ്ടില്ലേ? ചട്ടി ഇതാ. അപ്പൊ ഇത് ചട്ടി, ഇതാണ് വളം. പിന്നെ വിത്ത്, പച്ചക്കറി വിത്തും പച്ചക്കറി തൈയും ചെടികളും പുറത്ത് വെച്ചിട്ടുണ്ട്. ഇതും വേറെ ഒന്നുണ്ട് ഇതിന്റെ ഉള്ളില്. ബാക്കിയുള്ള സാധനങ്ങളൊക്കെ നമ്മള് പുറത്ത് വെച്ചിട്ടില്ലേ അല്ലേ? അപ്പൊ ഇത്ര ഐറ്റം സാധനങ്ങളാണ് ഇപ്പൊ വാങ്ങിയിട്ടുള്ളൂ അല്ലേ? അപ്പൊ നിങ്ങൾക്ക് ഞാന് ഇതൊക്കെ കാണിച്ചു തന്നിട്ടുണ്ട്. വളം ഇതൊക്കെ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പൊ അവള് കൊറേ വീഡിയോസുകൾ ഇടാറുണ്ട്. അപ്പൊ അത് മൊത്തമായിട്ടൊന്ന് കാണണം. അപ്പൊ അതില് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം. അപ്പൊ ഞായറാഴ്ച 10 മണിക്കാണ് ഞങ്ങള് എപ്പോഴും ഞായറാഴ്ച 10 മണിക്കാണ് ഞങ്ങള് വീഡിയോ അപ്ലോഡ് ചെയ്യാറ് അല്ലേ? പിന്നെ പരാതിക്ക് സ്കൂള് ഉണ്ടായ കാരണമാണ് എപ്പോഴും ചെയ്യാൻ പറ്റാത്തത്. അതുകൊണ്ടാണ് നമ്മൾ ഞായറാഴ്ച സമയത്ത് ചെയ്യാറുണ്ട്. അത് വീഡിയോ ഒക്കെ ചെയ്യും. അപ്പൊ സ്കൂളിലെ സമയത്ത് രാവിലെ ഒന്നും പെട്ടെന്ന് എടുക്കാൻ പറ്റില്ല. സ്കൂള് വിട്ട് കഴിഞ്ഞാൽ വൈകുന്നേരത്ത് ഷോർട്ടുകൾ വിടും. എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുന്ന ഷോർട്ടുകൾ ഇങ്ങനെ വിടും. അപ്പൊ അതൊക്കെ സ്കൂളിലായതുകൊണ്ടാണ് നമുക്ക് എപ്പോഴും എടുക്കാൻ പറ്റാത്ത. സ്കൂളില്ലാത്ത സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? വീഡിയോ എടുക്കും. ഞായറാഴ്ച 10 മണിക്ക് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്ത് നമ്മൾ അപ്ലോഡ് ചെയ്യല് വീഡിയോസ് ഒക്കെ അല്ലേ? എല്ലാരും കാണണം. ഞായറാഴ്ച മാത്രമാണ് 10 മണിക്ക് വീഡിയോ ഇടാറുള്ളൂ. അപ്പൊ ബാങ്ക് ഇഷാ ബാങ്ക് അവിടെ കൊടുക്കുന്നുണ്ട്. അപ്പൊ കുറച്ചേരം ഉണ്ടായിരിക്കാം. അപ്പൊ ഇനി ചെടി ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ആ വീഡിയോ ആയിട്ട് നമ്മള് വരും. അപ്പൊ ഉമ്മാന്റെ വീട്ടിലേക്ക് പോയിട്ട് വേണം നമ്മള് മണ്ണ് കൊണ്ടുവരാന്. അപ്പൊ ആ വീഡിയോ നല്ല രസമുള്ള വീഡിയോ ആകും. അപ്പൊ നിങ്ങള് എല്ലാ വീഡിയോ ഫുള്ളായിട്ടൊന്ന് നിങ്ങള് കാണണം. ലൈക്ക് ചെയ്യാ, ഷെയർ ചെയ്യാ, കമന്റ് ചെയ്യാ, സബ്സ്ക്രൈബ് ചെയ്യാ അല്ലേ? അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വരും. എല്ലാവർക്കും അസ്സലാമു അലൈക്കും, ടാറ്റാ.